ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പലരും അറിഞ്ഞിട്ടുണ്ടാവും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ ഏകദേശം 3712 ക്ലാർക്ക് ഒഴിവുകളാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിങ്ങൾക്ക് ജോലി നേടാൻ വേണ്ടി സാധിക്കും. ലോവർ ഡിവിഷൻ ക്ലാർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 7-ാം തീയതിയാണ്. ഈ 3 തസ്തികകളിലും പ്രായപരിധി വരുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. എന്നാൽ പട്ടിക വിഭാഗക്കാർക്ക് 5-ഉം OBCക്ക് 3-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും ഇളവ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 3 തസ്തികകളിലും അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അപേക്ഷാ ഫീസ് വരുന്നത് 100 രൂപയാണ്. എന്നാൽ പട്ടിക വിഭാഗക്കാർക്കും വനിതകൾക്കും അതേപോലെ തന്നെ മറ്റ് ചില വിഭാഗങ്ങളിൽ പെടുന്നവർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക. 2 ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. തെറ്റിന് നെഗറ്റീവ് മാർക്കുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടത്തുന്ന 15 മിനിറ്റ് സ്കിൽ ടെസ്റ്റിൽ കമ്പ്യൂട്ടറിൽ അത്യാവശ്യം നല്ല വേഗത വേണം. അതുപോലെ തന്നെ LDC ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നടത്തുന്ന 10 മിനിറ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റിൽ ഹിന്ദി ടൈപ്പിങ്ങിൽ മിനിറ്റിൽ 30 വാക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ മിനിറ്റിൽ 35 വാക്കും വേഗം വേണം. ഇനി നമുക്ക് കേരളത്തിൽ ഏതെല്ലാം ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത്. ഏതെങ്കിലും ഒരു കേന്ദ്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കേന്ദ്രങ്ങളുടെ കോഡ് സൈറ്റിലുണ്ടാകും. ഇനി നമുക്ക് എത്ര സാലറി കൂടി കിട്ടുമെന്ന് നോക്കാം. LDCക്കും അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും വരുന്ന പേ ലെവൽ എന്ന് പറയുന്നത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് പേ ലെവൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തേക്കാം. അതിൽ കയറിയിട്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.